ഞാൻ നാളെ അങ്ങോട്ടേക്ക് വരികയാണ്. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അപകടം ആരോ കരുതിക്കൂട്ടി ചെയ്യിച്ചതാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇനി ഉപ്പേരി ഐറ്റങ്ങളൊക്കെ വറക്കണ്ടേ? അതും ഞാൻ ചെയ്തോളാം. വേണ്ട സുമലതെ, ഇനിയുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. എന്നാലും പാചകത്തിൽ ഞാൻ പിന്നോട്ടല്ലെന്ന് നിങ്ങളെയൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തണ്ടേ? അമ്മയ്ക്ക് അറിയുന്ന പാചകകല കുറച്ച് മോളെ കൂടി പഠിപ്പിക്കായിരുന്നു. മനസ്സിലായി. ഹരിതേ, മൂത്ത മരുമോളായ സുചിത്ര എല്ലാ പണികളിലും അമ്മ ആത്മാർത്ഥമായിട്ട് സഹായിക്കുന്നുണ്ടല്ലോ. നിനക്കും അതുപോലെ ചെയ്താലെന്താ? ദേ, സുചിത്രയിൽ നിന്ന് നിനക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അമ്മയ്ക്ക് ഉപദേശിക്കാൻ കണ്ടൊരു നേരം. ദേ, ഇവിടുത്തെ അച്ഛമ്മ മോന്തയും വീർപ്പിച്ചിരിപ്പുണ്ട്. ചെന്ന് എന്തെങ്കിലും പറഞ്ഞ് സൂചിപ്പിച്ചില്ലേ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്റെ മെക്കെട്ട് കയറാൻ വരും അല്ലേ അമ്മ? അത് ശരിയാ. അമ്മയോട് എന്തെങ്കിലും കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് മതി. അതിനെന്താ, പ്രായമായ അമ്മയെ അവഗണിക്കുന്നത് ഒട്ടും ശരിയല്ല. അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ, അത് കൊടുത്ത് ഞാൻ അമ്മയെ ഒന്ന് കണ്ടേക്കാം. വാ മോളെ, പോയിട്ട് വരാവേ. അമ്മേ. എന്താ മോളെ? അമ്മ എന്താ പിള്ളേർക്കൊപ്പം ഓണക്കളിക്കൊന്നും കൂടുന്നില്ലേ? നല്ല കഥയായി മോളെ. പണ്ടുള്ള ആൾക്കാര് ഓണക്കളി നടത്തുമ്പോ ഒരാചാരത്തിന് വേണ്ടി ഒരു നോക്കുകുത്തിയെ കൊണ്ടൊന്ന് കുത്തി നിർത്താറുണ്ട്. ഇന്ന് ആ നോക്കുകുത്തിയുടെ സ്ഥാനമാണ് എനിക്ക്. ആരും പൊക്കിക്കൊണ്ടുപോയി കുത്തി നിർത്തുന്നില്ലെന്നേ ഉള്ളൂ. അതൊക്കെ അമ്മയുടെ തോന്നല. മാധവനും ചന്ദ്രികയ്ക്കും ഒക്കെ അമ്മ കഴിഞ്ഞേ മറ്റെന്തോ ഉള്ളൂ. അത് നീ പറഞ്ഞത് സത്യവാ. പക്ഷേ ഇവളെ പോലുള്ള മരുമക്കൾക്കും മക്കൾക്കും ഞാനൊരു ശല്യവാ. അതൊന്നും ശരിയല്ല അമ്മേ. അച്ഛമ്മയെ കണ്ട് ലോഹ്യം പറയണോന്ന് പറഞ്ഞ് ഈ ഹരിതമോളെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ആണോ? ആ, അത് അമ്മയുടെ സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അല്ല, അങ്ങനെ തീർത്തും സ്നേഹമില്ലെന്നല്ല. പക്ഷേ ഇവളുടെ കയ്യിലിരിപ്പേ ശരിയല്ല. കുനിഞ്ഞു നിവർന്ന് ഒരു വക ചെയ്യില്ല. എപ്പോ നോക്കിയാലും മൊബൈലിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യമാ. ഒക്കെ എനിക്കറിയാം. ഒരേ ഒരു മോളായതുകൊണ്ട് കൊഞ്ചിച്ചും ലാളിച്ചുമൊക്കെയാ ഞാൻ വളർത്തിയത്. നേരെ ചൊവ്വെ ഉപദേശിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. എനിക്കുണ്ടായ കുറവ് അമ്മ തന്നെ നികത്തണം. ദേ, ഇവിടെ ശരിക്കും ഗുണദോഷിച്ചും ഉപദേശിച്ചും അമ്മ തന്നെ നേർവഴിക്ക് കൊണ്ടുവരണം. കേട്ടോടെ നിന്റെ അമ്മ പറഞ്ഞേ? മൂത്തവര് ചൊല്ലും മുതുനെല്ലിക്ക. ദേ അമ്മേ, ഓണസദ്യക്ക് സമയായി, അല്പം തിരക്കുണ്ട്. ഓ, ഇതാ അമ്മയ്ക്കുള്ള എന്റെ ഓണസമ്മാനം. ആ, ഇതാണ് ശരിക്കുള്ള ഓണസമ്മാനം. എത്ര കാലമായി കാലിപ്പുകയില കൂട്ടി ഒന്ന് മുറുക്കിയിട്ട്. ഓ, ചന്ദ്രികയും മാധവനും ഇതൊന്നും മേടിച്ച് തരത്തില്ല. ആ. സന്തോഷമായി.
നന്നായി വരും. നീ ഇങ്ങോട്ട് വാ. നീയും നന്നായി വരും. ഒരുമിച്ചുള്ള ഓണാഘോഷവും സദ്യയൊക്കെ ആയപ്പോ ഇത്രയും നേരം ദുഃഖങ്ങളൊക്കെ മറക്കാൻ കഴിഞ്ഞു. അതിന് കാരണം സാറാ. നന്ദിയുണ്ട്. അല്ല, അതിപ്പോ നന്ദി പറയേണ്ട ഞാനല്ലേ. നിങ്ങൾ ആദ്യമായിട്ട് വീട്ടിൽ വന്ന് ഞാൻ അപമാനിച്ചു പറഞ്ഞു വിട്ടു. പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴോ തികഞ്ഞ മാന്യതയോടെയും സ്നേഹത്തോടെയും നിങ്ങൾ ആതിഥ്യ മര്യാദ കാണിക്കുകയും ചെയ്തു. ഊണൊക്കെ ഇഷ്ടമായോ അച്ഛാ? എന്താ എത്ര സംശയം. കുറച്ച് കാലം കൂടി കലർപ്പില്ലാത്ത നാടൻ സദ്യയുടെ രുചി അറിഞ്ഞു. അക്കാര്യത്തിൽ ചന്ദ്രികയ്ക്കും സുചിത്രയ്ക്കും പ്രത്യേകം നന്ദി. മുത്തശ്ശ മോളെ, അതെ, ഞാനും ദിയ മോളും വലിയ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞു. മുത്തശ്ശ മാത്രമല്ല, ഈ മുത്തശ്ശി എന്റെ ഫ്രണ്ടാ. ആഹാ. അപ്പൊ ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഔട്ടായി കഴിഞ്ഞോ മോളെ? ഔട്ട് ആയിട്ടില്ല. നിങ്ങളൊക്കെ തന്നെയാ നമ്പർ 1. ഇവർക്ക് സെക്കൻഡ്സ് ആണേ ഉള്ളൂ. ഓ, ആ, ഒരു മിനിറ്റ്. ആ, ഇത് മോള് വച്ചു. ആ, അയ്യോ വേണ്ട സർ, അവൾക്കിവിടെ ഒന്നിനും ഒരു കുറവുമില്ല. കുറവ് തീർക്കാനൊന്നുമല്ല, ഞാൻ ഈ വീട്ടിൽ ആദ്യമായിട്ട് വന്നതാ. ഇപ്പോ ഞാൻ ഈ കുടുംബത്തിലെ ബന്ധുവാ. ആ നിലയ്ക്ക് ദിയ മോൾക്ക് മുത്തശ്ശന്റെ വക ഒരു ഓണസമ്മാനം പിടിക്കുമോ? വാങ്ങിക്കും മോളെ. ഇത് ഗോകുലിരിക്കട്ടെ. വാങ്ങിച്ചോ വാങ്ങിച്ചോ. ആ, ആ.
വയറ് നിറച്ച് വാങ്ങിത്തരാം. എന്നെ അനുഗ്രഹിക്കണം അമ്മാവ. എന്താണ് ഇത്? അനുഗ്രഹിച്ചിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. ആ, ആ, ആ. അയ്യോ അമ്മേ, എന്റെ കാല്. അച്ഛൻ അറിഞ്ഞോണ്ട് ചെയ്തല്ല, അബദ്ധത്തിൽ തട്ടിയതാ മനോജ്. സോറി, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല കേട്ടോ. അമ്മാവൻ അല്ല, അച്ഛൻ അറിഞ്ഞുകൊണ്ട് തട്ടിയാലും അതും അച്ഛന്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണും. ഇനി മുതല് മനോജിന് കുറുപ്പിന്റെ അനുഗ്രഹമേ കൈമുതലായിട്ടുള്ളൂ. അല്ലാതെ ഇവന്റെ കയ്യിൽ മറ്റെന്തോ ഇരിക്കുന്നു. സത്യത്തിൽ ഈ വർഷത്തെ ഓണാണ് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ ഓണം. വളരെ നന്ദിയുണ്ട് സാർ. ഓണമായിട്ട് മാധവൻ നേരെ കാണാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. സാരമില്ല, ഞങ്ങളുടെ അന്വേഷണം പ്രത്യേകം പറയണം. ഒപ്പം അടുത്ത ഓണം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ കൂടുന്നു. ഓക്കെ? ശരി. എന്താ സുമലതേ? അതിനെന്താ? ആ അപ്പൊ പിന്നെ എല്ലാരോടും ഞങ്ങളെ മോളെ ശരി. മുത്തശ്ശ, ടാറ്റാ. ഇന്ന് അമ്മേ ഇത് മോളി തന്നെ എടുത്തു വെച്ചോ. ജഗൻ ചേട്ടൻ വരുന്നു, നമുക്ക് കാര്യം പറയാം. അല്ല, എന്താ പ്രശ്നം? ഇത് കൊളയില്ലേ? ചേട്ടാ, ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടായിരിക്കും അമ്മാരി മുട കാണിക്കുന്നത്. നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. വിദ്യാർത്ഥികൾക്ക് ആ ബസ്സിൽ കൺസെഷൻ ഒന്നുമില്ല, ഫുൾ ചാർജിങ് കൊടുക്കണമെന്ന്. ആ കാരണം പറഞ്ഞൊരു ബസ് നിർത്തുന്നില്ല. ഞങ്ങൾക്ക് സമയത്ത് കോളേജിൽ എത്താനും കഴിയുന്നില്ല. ചേട്ടാ, ആ കണ്ടക്ടർ സ്ഥിരം പ്രശ്നക്കാരനാണ്. ഡ്രൈവർ കഞ്ചാവും, പിന്നെ ഓവർ സ്പീഡും. ബസ് നിർത്തിയാൽ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുന്ന 1/2 കിലോമീറ്ററോളം മാറ്റിയായിരിക്കും. ഞങ്ങൾ ഓടി എത്താറാവുമ്പോഴേക്കും വണ്ടി അങ്ങ് വിട്ടുപോകും. എന്നിട്ട് ഡ്രൈവറും കണ്ടക്ടറും കൂടി ഞങ്ങളെ നോക്കി കളിയാക്കി ചിരിക്കും. ജഗൻ ചേട്ടൻ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അപ്പൊ അതാണ് പ്രശ്നം. ഇത് ഞങ്ങൾ നോക്കിക്കോളാം. കോളേജ് പിള്ളേരോട് കളിക്കാൻ ഒരു ഡ്രൈവർമാരും ഒരു കാലത്തും ധൈര്യം കാണിച്ചിട്ടില്ല. എന്താടാ, പുതിയ പിള്ളേർക്ക് ആ വിപ്ലവബോധമൊക്കെ നഷ്ടപ്പെട്ടോ? ആ, സാരമില്ല, ഇതൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം. അത് മതി, താങ്ക്സ്. ഡ്രൈവറും കണ്ടക്ടറും ഒന്ന് ഇറങ്ങിയാട്ടെ. കോളേജ് കുട്ടികൾ പതിവായിട്ട് കയറുന്ന സ്റ്റോപ്പല്ലേ ഇത്? എന്നിട്ട് സാറന്മാരെ നിർത്താതെ പറത്തി വിട്ട് പോകുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമാണോ? ഒരു ലെവൽ ക്രോസ് മറികടക്കണം. അപ്പം ചിലപ്പോൾ വേഗത്തിലൊക്കെ പോകേണ്ടി വരും. ചേട്ടന്മാർ ചെല്ലേ. അതിന് ഈ വണ്ടി പോകുന്ന ഒരു വഴിയിലും റെയിൽവേ പാളം ഇല്ലല്ലോ.
ഈ നാട്ടിലെ മുക്കുമൂലി അറിയുന്നുള്ളവരോടാ അവൻ്റെയൊക്കെ ഭൂമിശാസ്ത്രം. നിർത്തിക്കോണം നിന്റെയൊക്കെ അഭ്യാസം. ഈ കുട്ടികളെ ബസ്സിൽ കയറ്റാത്തതിന് നിനക്കൊക്കെ എന്ത് ന്യായോടെ പറയാനുള്ളത്? ഫുൾ ടിക്കറ്റ് എടുക്കുന്നവരെ മാത്രം കയറ്റിയാൽ മതിയെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കത് അനുസരിച്ചേ പറ്റൂ. കൂട്ടുകാരാ, അത് ന്യായമല്ല. പ്രൈവറ്റ് ബസ്സിൽ വിദ്യാർത്ഥികളുടെ അവകാശം അത് അവർക്ക് കിട്ടണം. ഭീഷണിയാണോ? അതേടാ, ഭീഷണി തന്നെയാ. ഇനി ഇത്തരം നെറികേട് കാണിച്ചാ നിന്നെ നിന്റെ വണ്ടി ഈ റോഡിട്ട് കത്തിക്കും ഞാൻ. കാണോടാ നിനക്ക്? നിനക്കാണ് ഇത്തിരി അഹങ്കാരം. ചേട്ടൻ കയറിക്കോ. ശരി അനിയ. എന്താ കുട്ടി പേടിച്ച് നിൽക്കുന്നേ? കേറിക്കോ. പേടിക്കാതെ ധൈര്യമായിട്ട് കേറിക്കോ. എന്താടി പറഞ്ഞ കേക്കാൻ വയ്യേ? മര്യാദയ്ക്ക് അനുസരിക്കേ. വണ്ടി കയറാൻ. ഇതാരാണെന്ന് മനസ്സിലായോടാ? കുട്ടിയോട് മര്യാദയ്ക്ക് പെരുമാറടാ. കാര്യം പിടികിട്ടി. ഇനി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതെ, എന്താ ജഗൻ അവന്റെ സങ്കല്പത്തിലുള്ള പെണ്ണിനെ കണ്ടു കഴിഞ്ഞു. അവനിപ്പോ പ്രണയ സരോവരത്തിൽ സ്വപ്നങ്ങളാൽ തീർത്ത കളിവഞ്ചിയിൽ ഇങ്ങനെ ഒഴുകി നടക്കുക. കണ്ടില്ലേ ആ മുഖപ്രസാദം? എങ്കിൽ നമ്മൾ ഈ മുഹൂർത്തം കളർഫുൾ ആക്കും. എങ്ങനെ? അത് ചേട്ടാ, ഈ പൂവെല്ലാം കൂടെ എത്ര രൂപയാവും? അത് ഇത് 2000 രൂപ. ഇത്തിരി കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. അയ്യോ, എന്നെ കൂടാ. കൂടെയൊക്കെ തരാൻ ചേട്ടാ. ഇപ്പൊ പോ. മുത്തശ്ശ, ഞാനോട്ടെ. ഇതാണ് പ്രശ്നം. പഴയ ഫ്യൂഡൽ പ്രഭുവിന്റെ കണ്ണ് നിറഞ്ഞല്ലോ. ദേ, എന്റെ മുത്തശ്ശൻ വിഷമിക്കണ്ട. അടുത്ത ആഴ്ച 2-3 ലീവ് അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങ് വന്ന് എന്റെ മുത്തശ്ശനെയും കൊണ്ട് കറങ്ങി അടിച്ച് നടക്കും. പോരെ?